ഇത് കണ്ട ഒരാൾ, ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് കണ്ട ഒരാൾ, അയാളുടെ വീട് പണിയൊക്കെ കഴിഞ്ഞു, ആൾ ലിഫ്റ്റും ഇല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഈ ലിഫ്റ്റ് ഒരെണ്ണം വെച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വീടുള്ള, അത് വീട് പണി കഴിഞ്ഞ് താമസമൊക്കെ തുടങ്ങിയ വീടുകളിൽ, വേറെ പ്രൊവിഷൻസ് ഒന്നും ഇല്ലാത്തൊരു വീട്ടിൽ നമുക്ക് ഈ ലിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഈ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനത്തെ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്കതിൽ എക്സ്ട്രാ ആയിട്ടൊരു ഇലക്ട്രിക്കൽ റിസ്ക് ആയിട്ട് വരാം. ഈ ഒരു ലിഫ്റ്റിന് ജനറലി എന്ത് മെയിൻ്റനൻസ് ആണ് വരുന്നത്? നമ്മുടെ ഇപ്പോൾ വീടുകളിൽ ലിഫ്റ്റ് കോമൺ ആയിട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലിഫ്റ്റിൽ ഇപ്പോൾ ചെറിയ വീടുകളിൽ നമ്മൾ ചെയ്യുന്നതിൽ പോലും ഇപ്പോൾ ലിഫ്റ്റ് പലരും റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ചെറിയ വീടുകളിലൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും ഈ സ്പേസ് ആണൊരു പ്രശ്നം വരാറ്. അപ്പോൾ നമ്മുടെ സാധാരണ കൺവെൻഷണൽ ലിഫ്റ്റുകൾ നിന്ന് മാറിയിട്ട് ഇപ്പോൾ വാക്വം ലിഫ്റ്റ് ആണ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതും. പ്രത്യേകിച്ച് ഹോം ലിഫ്റ്റ് എന്നൊരു കോൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വാക്വം ലിഫ്റ്റാണ് ക്ലയൻറ്റ്സ് പ്രിഫർ ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അത് എസ്തെറ്റിക്കലിയും ഫങ്ഷണലിയും അല്ലെങ്കിൽ സ്പേസ് വൈസും എല്ലാം കൊണ്ടും ഗുണമെന്ന് തോന്നിയിട്ട് ആയിരിക്കും ക്ലയൻറ്റ്സ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമ്മളും കൂടുതൽ സജസ്റ്റ് ചെയ്യാറുള്ളതും അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു നോർമൽ ലിഫ്റ്റും വാക്വം ലിഫ്റ്റും തമ്മിലുള്ള ടെക്നിക്കലിയുള്ള വ്യത്യാസം എന്താണ്? സർ പറഞ്ഞ കറക്റ്റാണ്. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു 1 ഡെക്കേഡായിട്ട് അല്ലെങ്കിൽ ഒരു 15 years ആയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്കറ്റിൽ വന്ന ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളിൽ ഈ പറയുന്ന ലിഫ്റ്റ്സിൻ്റെ ഒരു കോൺസെപ്റ്റ് ആൾക്കാർ കൂടുതലായിട്ട് എൻക്വയറീസ് വരുന്നുണ്ട്. ഒരുപാട് മാർക്കറ്റ് അതിനനുസരിച്ച് ബൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലിപ്പോൾ നമ്മളിപ്പം കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി 3 ടൈപ്പ് ഓഫ് ടെക്നോളജീസാണ് ലിഫ്റ്റ്സിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഹൈഡ്രോളിക്, 2 ട്രാക്ഷൻ, 3 പറയുന്ന വാക്വം ലിഫ്റ്റ്. ഇതിൽ ഹൈഡ്രോളിക്കും ട്രാക്ഷനും നമ്മൾ ഓൾറെഡി ഒരുപാട് കൊമേഴ്ഷ്യൽ ലിഫ്റ്റിലാണെങ്കിലും അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ഫ്ലാറ്റ്സിലൊക്കെ നമ്മൾ ഈ കണ്ടിട്ടുള്ള സംഭവമാണ്. വാക്വം എന്ന് പറയുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ന്യൂ ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീടുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനും വാക്വം തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ടെക്നോളജി ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഹൈഡ്രോളിക്സ് വെച്ചിട്ടാണ് റൺ ചെയ്യുന്നത്, മറ്റേത് ട്രാക്ഷനാണ്. വാക്വത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ബാക്കി 2 ടെക്നോളജീസിലുള്ളതുപോലെ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് വരുന്നില്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാർട്സ് വരുന്നില്ല, എപ്പോഴും റിക്കറിങ് കംപ്ലയിൻറ്റ്സ് വരാൻ ചാൻസസ് ഉള്ള പാർട്സ് വരുന്നില്ല. അതുപോലെ തന്നെ ഈസി ടു ഇൻസ്റ്റാൾ ആണ്. ബേസിക്കലി ലിഫ്റ്റിൻ്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിഫ്റ്റ് ആസ് എ ഹോൾ ലിഫ്റ്റിന് ടോപ്പിലായിരിക്കും മോട്ടർ വരുന്നുണ്ടായിരിക്കുക. പാസഞ്ചർ ക്യാബിന് മുകളിലുള്ള സ്പേസിലാണ് എയർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. മോട്ടർ റൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എയർ സക്ക് ചെയ്ത് പുറത്ത് കളയുമ്പോഴത്തേക്കും അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ആവുന്നു. നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ആകുമ്പം ക്യാബിൻ മുകളിലോട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി മുകളിലോട്ട് പോകാൻ മാത്രം കറണ്ട് ആവശ്യമുള്ളൂ. താഴോട്ട് വരുമ്പോൾ കൺട്രോൾഡ് എയർ പ്രഷറിലും ഗ്രാവിറ്റിയിലുമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വീടുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും കടകളിലെ പോലെ എപ്പോഴും നമുക്ക് മെയിൻ്റനൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എപ്പോഴും ഒരു ഇൻ കേസ് ഓഫ് എൻ എമർജൻസി ഒരാൾ കൂടെ ഉണ്ടാവണമെന്നില്ല, കെയർ ടേക്കറോ സെക്യൂരിറ്റി ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊക്കെ മറികടക്കുന്ന ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് വാക്വം. കമ്പോണൻസ് കുറവാണ്. മെയിൻ പാർട്സ് എന്ന് പറയുന്നത് മോട്ടറും കാർബൺ സീൽ മാത്രമാണ്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ വേറെ കുറേ അഡ്വാൻറ്റേജസ് വരുന്നുണ്ട് സൈറ്റ് ഫീസിബിലിറ്റിയുടെയൊക്കെ കാര്യത്തിൽ. നമുക്ക് ഈ ഒരു വാക്വം ലിഫ്റ്റ് പിടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നമ്മൾ ഒരു റൂം പ്ലാനിൽ നമ്മൾ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ അത് അക്കോമഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം വേണ്ട ഒരു സ്പേസ് എത്രയാണ്? അതുപോലെ തന്നെ നമുക്കത് ഇപ്പോൾ കുറച്ചും കൂടി വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ചെയ്യാവുന്ന വലുപ്പം എത്രയാണ്? തീർച്ചയായിട്ടും ഇപ്പോൾ വാക്വം സ്റ്റാർട്ടിങ് ഒരു ഇതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമുക്കൊരു 1.01 മീറ്റർ ഡയമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പേസ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. 101 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആണ് പറയുന്നത്. നമുക്ക് സ്ക്വയർ ലിഫ്റ്റ് ഇല്ല. വാക്വം വർക്ക്സ് ബെസ്റ്റ് ഓൺ സിലിണ്ടർ ഷേപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലിണ്ടറിക്കൽ ഐക്കോണിക് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ ഡിസൈനാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്കായിരിക്കും കംഫർട്ടബിളി ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും ചെറുതിൽ 210 കിലോഗ്രാം വരെ വെയിറ്റ് കപ്പാസിറ്റി വരുന്നുണ്ട്. പക്ഷേ ഇറ്റ് ഓൺലി കൺഫൈൻഡ് ബൈ സ്പേസ്. 2 പേർക്ക് കംഫർട്ടബിളാണ്. വീടുകളിൽ കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് 2 പേർക്കുള്ള ലിഫ്റ്റ് തന്നെയാണ് വരുന്നത്. ഇറ്റ് ക്യാൻ ഗോ ഓൾ ദ വേ അപ് ടു 1.43 മീറ്റേഴ്സ് ഡയമീറ്റർ നമുക്ക് വരെ പോകാം. ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് 3 to 4 പീപ്പിൾ. അതാണ് സൈസ്. ഇതിനകത്ത് നമുക്ക് വീൽ ചെയർ ആക്സസ് ഉണ്ടോ ഇതിനകത്ത്? ഇപ്പോൾ ഒരു എന്താ പറയുക, റെഗുലർ വീൽ ചെയർ യൂസർ ആണെന്നുണ്ടെങ്കിൽ വലിയ മോഡൽസിൽ ഇറ്റ് ക്യാൻ ഈസിലി അക്കോമഡേറ്റ് വീൽ ചെയർ. വലിയ വീൽ ചെയർ ഉണ്ടല്ലോ ടയർ സൈസുള്ള, അതും
പ്ലസ് അതിൻ്റെ കൂടെ ഒരു പാസഞ്ചർ 1-2 പാസഞ്ചറിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും. അതല്ല ഒരു പ്രിക്കോഷണറി ആയിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ ലിഫ്റ്റിലും വീൽ ചെയർ കയറും, ബട്ട് ഇറ്റ് വിൽ ബി എ സ്മോളർ സൈസ് വൺ. എയർപോർട്ട്സിലൊക്കെ കാണപ്പെടുന്ന നാരോ ആയിട്ടുള്ള വീൽ ചെയേഴ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ റെഗുലർ യൂസേഴ്സിന് എപ്പോഴും വലിയ മോഡൽ 1.43 മീറ്റർ ഡയമീറ്റർ വരുന്ന മോഡൽസിലോട്ട് പോകും. അങ്ങനത്തെ സ്പേഷ്യസ് ആയിട്ടുള്ള മോഡൽസിലോട്ട് പോകുമ്പോഴത്തേക്കും വീൽ ചെയർ പ്ലസ് ഒരു കോ പാസഞ്ചർ കൂടെ അതിനകത്ത് നോർമലി വീൽ ചെയർ യൂസ് ചെയ്യാൻ പറ്റും. നോർമലി ലിഫ്റ്റ്സിൽ കയറുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സാധാരണ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് അവിടെ സാങ്ഷനും കാര്യങ്ങളെല്ലാം വേണമല്ലോ, ഇൻസ്പെക്ഷനും സാങ്ഷനും എല്ലാം വേണമല്ലോ. ഈ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനത്തെ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടോ? നമുക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ കുറച്ച് റൂൾസ് കാര്യങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹെവി മെഷീനറി, ഇപ്പോൾ നമുക്ക് മുമ്പത്തെ നല്ല ഇപ്പോഴാണെന്നുണ്ടെങ്കിലും കേരളത്തിൽ നമ്മളൊരു എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 95% ലിഫ്റ്റ്സും നമുക്ക് തിരിച്ച് റിപ്ലൈ വരുന്നത് ദേ ആർ കൊമേഴ്സ്യൽ ലിഫ്റ്റ്സ്. നമുക്കത് വീട്ടിൽ കൊണ്ടുവയ്ക്കും, പക്ഷേ അത് അൾട്ടിമേറ്റ്ലി കൊമേഴ്സ്യൽ ലിഫ്റ്റ്സ് തന്നെയാണ്. അപ്പോൾ ദർ ആർ സം റിസ്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഇഷ്യൂസ് വരാം. ബിക്കോസ് ഇപ്പോൾ ഹൈഡ്രോളിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈലി ഇൻഫ്ലേമബിൾ ലിക്വിഡാണ്, അപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റി ഇഷ്യൂസ് വരാം. അതുപോലെ തന്നെ വേറെ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് സ്പേസ് ടേക്കപ്പ് ചെയ്യും, 3 ഫേസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, പവർ റേറ്റിംഗ് വിൽ ബി ഹൈ. അങ്ങനെ പല കാര്യങ്ങൾ നമുക്കതിൽ എക്സ്ട്രാ ആയിട്ടൊരു ഇലക്ട്രിക്കൽ റിസ്ക് ആയിട്ട് വരാം. ഇവിടെ അങ്ങനെ വരുന്നില്ല. ഇപ്പോൾ ജനറലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു ഹോം അപ്ലയൻസ് വാങ്ങിച്ച് വെക്കുന്ന ഒരു ഈസിനെസ്സിൽ നമുക്കിത് വെക്കാൻ പറ്റും. ഓൾസോ നമ്മൾ ഏത് ബ്രാൻഡാണ് ചൂസ് ചെയ്യുന്നുള്ളതും നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ലിഫ്റ്റാണ് ചൂസ് ചെയ്യുന്നുള്ളതും അനുസരിച്ച് അവരുടെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യുക. അതില്ലാതെ നമുക്ക് വെക്കാനായിട്ട് പല ബ്രാൻഡ്സിലും പറ്റും. നമുക്ക് മറ്റേ സാധാരണ ഒരു ലിഫ്റ്റിൻ്റേതായിട്ടുള്ള ഹെഡ് റൂമോ അല്ലെങ്കിൽ പിറ്റോ ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല. ഇല്ല, അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. കാരണം നമുക്കൊരു ഇപ്പം ഇപ്പോഴത്തെ വീടുകളിൽ ഒരുവിധം വീടുകളിലൊക്കെ ലിഫ്റ്റിന് പ്രൊവിഷൻ ഇടാറുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു കസ്റ്റമേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഉള്ള കാര്യം അറിയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹെഡേക്ക് വരുന്നത് ഒന്ന് പിറ്റ്. കൺവെൻഷണൽ ലിഫ്റ്റിലെല്ലാം പിറ്റ് താഴോട്ട് കുഴിക്കേണ്ട ആവശ്യം വരും, ടൈല് പൊട്ടിച്ച് കുഴിക്കേണ്ട ആവശ്യം വരും. ഈ പിറ്റെന്ന് പറയുന്നത് തന്നെ ഒരു പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ്റെയൊക്കെ ഒരു ആങ്കർ പോയിൻ്റാണ്. അവിടെ നിന്നാണ് ഒരുപാട് ഈ പറയുന്ന പെസ്റ്റുകളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. കാരണം എന്തൊക്കെ പറഞ്ഞൊരു നെഗറ്റീവ് സ്പേസ് അവിടെ കിടക്കുക, ആക്സസ് വളരെ കുറവാണ്, റെഗുലർ ക്ലീനിങ്ങിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുപോലെ തന്നെ അടുത്ത കാര്യം ഷാഫ്റ്റ്. അപ്പോൾ നോർമൽ ലിഫ്റ്റ്സിൽ നമുക്ക് ഒന്നുകിൽ ഷാഫ്റ്റ് പണിയേണ്ടി വരും, നമ്മൾ തന്നെ കോൺക്രീറ്റ് ബേസ് ചെയ്ത് ഷാഫ്റ്റ് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു സ്ട്രക്ചർ പണിഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ കമ്പനി സൈഡിൽ നിന്ന് ഷാഫ്റ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ചെയ്യാം. പക്ഷേ ഇവിടെ അതുപോലെ തന്നെ ഹെഡ് റൂം വരും. ഹെഡ് റൂമും നമുക്ക് ആവശ്യം വരുന്നില്ല, ഈ വാക്വം ലിഫ്റ്റ്സിന് ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ വാക്വത്തിൽ നോക്കുമ്പോഴത്തേക്കും ഹെഡ് റൂം വേണ്ട, പിറ്റ് വേണ്ട, ഷാഫ്റ്റ് വേണ്ട. പിറ്റിന് പകരം ടൈലിന് മുകളിൽ തന്നെയാണ് വാക്വം ലിഫ്റ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, വിത്തൗട്ട് എനി സ്പേസ്, വിത്തൗട്ട് എനി ഗ്യാപ്സ്. മനസ്സിലായില്ലേ? അതേ ലെവലിൽ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ടൈല് പോലും പൊട്ടിക്കാതെയാണ് ഇൻസ്റ്റലേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഷാഫ്റ്റ് ഇൻബിൽട്ട് ആണ് ലിഫ്റ്റിൽ തന്നെ. വി ഡോണ്ട് നീഡ് ടു പർച്ചേസ് ഷാഫ്റ്റ് ഫ്രം ദ കമ്പനി, ഓർ വി ഡോണ്ട് ഹാവ് ടു മേക്ക് ഷാഫ്റ്റ് എക്സ്റ്റേണലി. വേറൊരു തേർഡ് പാർട്ടിയുടെ നിന്ന് ഷാഫ്റ്റ് വാങ്ങിക്കേണ്ട കാര്യം ഒന്നും വരുന്നില്ല. ഇറ്റ് ഈസ് ഇൻബിൽട്ട് ഇൻ ടു ദ ലിഫ്റ്റ്. ആൻഡ് ഓൾസോ മോട്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോട്ടർ വിൽ ബി ഇൻബിൽട്ട് ഇൻസൈഡ് ദ ലിഫ്റ്റ്. അതുകൊണ്ട് തന്നെ മോട്ടർ റൂമായിട്ട് സെപ്പറേറ്റ് വേണ്ട, ഹെവി ബൈൻഡിങ് വയേഴ്സോ കേബിൾസോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് സൗണ്ടോ അല്ലെങ്കിൽ ഗ്രീസിൻ്റെ സ്മെല്ലോ അങ്ങനെ കാര്യങ്ങളൊന്നും അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് നമുക്ക് ലൂബ്രിക്കേഷൻസ് ആവശ്യമില്ലാത്ത ലൂബ്രിക്കേഷൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. ബിക്കോസ് ദ വർക്കിംഗ് ഫ്ലൂയിഡ് ഈസ് എയർ ഇറ്റ് സെൽഫ്, എയർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ഈ ഗ്രീസിന്, ഇപ്പോൾ ചില ലിഫ്റ്റ്സൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു 3 years കഴിയുമ്പോൾ വീടിനുള്ളിൽ, ഇഫ് ഇറ്റ് ഈസ് എ കൊമേഴ്ഷ്യൽ സ്പേസ് ഇറ്റ് ക്യാൻ ബി മാനേജ്. പക്ഷേ വീടിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ഇഫ് ദർ ഇസ് എ ഗ്രീസിൻ്റെ സ്മെൽ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ അതൊന്നും ഇവിടെ വരുന്ന ആവശ്യമില്ല. പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ഇഷ്യൂസ് വരുന്നില്ല. ലിഫ്റ്റ് കംപ്ലീറ്റ്ലി എയറിൽ റൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കുറവാണ്. ഫ്യൂച്ചറിലോട്ട് പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും പാർട്സ് മാറ്റി വയ്ക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. അങ്ങനെയൊക്കെയുള്ളൊരു അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഈ ഒരു ലിഫ്റ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സൈറ്റിൽ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി വരേണ്ടത്? തീർച്ചയായിട്ടും അത് മെയിനായിട്ടും ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മളൊരു വീട് എക്സിസ്റ്റിംഗ് ആണെങ്കിലും അതല്ല വീട് പണിയുവാണെന്നുണ്ടെങ്കിലും ഒരുപോലെ ഈസിയാണ്. ഇപ്പോൾ പുതിയതായിട്ട് പണിയുന്നൊരു വീടാണെന്നുണ്ടെങ്കിൽ നത്തിങ്, നമുക്കിപ്പോൾ ഓപ്പൺ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പറയുന്ന രീതിയിൽ ഏത് മോഡലാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പോൾ 2 പേര് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 101 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഡയമീറ്റർ ഉള്ള ഒരു സ്പേസ് അവിടെ പോവുക. ഒരു സിലിണ്ടർ ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക, ആ ഒരു സ്പേസ് അവിടെ ഒരുക്കുക. പിറ്റ് വേണ്ട, ഷാഫ്റ്റ് വേണ്ട, വേറൊരു കാര്യങ്ങളും വേണ്ട. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ കമ്പോണൻറ്റ് നമുക്ക് ആവശ്യമില്ല. ഒരു ബീമോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഒരു കാര്യം ഫ്രീ സ്റ്റാൻഡിംഗ് ആയിട്ട് നിന്നോളൂ. ഇത് സെൽഫ് സ്റ്റാൻഡിംഗ് ആണ്. ബിക്കോസ് ദ മെറ്റീരിയൽസ് ആർ ഓൾസോ ലൈറ്റ് വെയ്റ്റ് ആൻഡ് സ്ട്രോങ്. അതുകൊണ്ട് തന്നെ ടൈല് പോലും ആഘാതമേക്കാത്ത രീതിയിലായിരിക്കും ലിഫ്റ്റ് നിൽക്കുന്നത്. സെൽഫ് സ്റ്റാൻഡിങ് ആയിരിക്കും. ലിഫ്റ്റിൻ്റെ വെയ്റ്റും പാസഞ്ചറിൻ്റെ വെയ്റ്റും നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ ചെയ്യാം. ഒരു ആങ്കറിങ് പോയിന്റ് മാത്രമേ കാണത്തുള്ളൂ, ദാറ്റ് വിൽ ബി നിയറസ്റ്റ് സ്ലാബ്. പിന്നെ കട്ട് ചെയ്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2 ഫ്ലോറിൻ്റെ ഇടയ്ക്ക് സ്ലാബാണ്, ഓപ്പൺ ഹൈറ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ഫോർ ഡയമണ്ട് കട്ടിങ്.
ഇപ്പോഴത്തെ ഡയമണ്ട് കട്ടിങ് ടെക്നോളജീസൊക്കെ ഉണ്ട്. വിത്തൗട്ട് ഡാമേജിങ് ദ സ്ട്രക്ചർ, വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ പീസ് ഓഫ് കേക്ക് പോലെ അവർ കട്ട് ചെയ്യും ഈ സ്ലാബ്, കോൺക്രീറ്റ് സ്ലാബ്. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്ത് മാത്രം മതി. പിന്നെ ഒരു ഇലക്ട്രിക്കൽ പോയിന്റ് ടോപ്പ് ഫ്ലോറിൽ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ, 6 mm സ്ക്വയറിൻ്റെ. വേറെ ഒന്നും ഇതിനകത്ത് പോയിന്റ് വേണ്ടി വരുന്നത് മുകളിലാണ്. ഇപ്പോൾ ലിഫ്റ്റ് G+1 ആണ്, ഫസ്റ്റ് ഫ്ലോർ വരെയാണ് ലിഫ്റ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലൊരു ഇലക്ട്രിക്കൽ പോയിന്റ് കൊടുക്കുക. നമുക്ക് എത്ര ഫ്ലോർ വരെ ഇത് ചെയ്യാൻ പറ്റും? G+3 വരെ ചെയ്യാൻ പറ്റും. ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്, G+3 വരെ നമുക്ക് ഒറ്റ യൂണിറ്റ് തന്നെ നമുക്ക് ചെയ്യാം. എക്സാക്ട്ലി. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് വെച്ചതിന് ശേഷവും വീടാണ്, ഫ്യൂച്ചർ റെനോവേഷൻസ് വരാം, ഒരു ഫ്ലോറോ 2 ഫ്ലോറോ ആഡ് ചെയ്യപ്പെടാം. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പോലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിഫ്റ്റിൻ്റെ സ്പെക്സിൽ നമുക്ക് ഒരു ഫ്ലോർ കൂടെ ആഡ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് സ്പെൻഡിങ് മച്ച് മണി. ഓൾസോ വേറൊരു പൊസിഷനിലോട്ട് മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിലും ഈസിയാണ്. മനസ്സിലായി? ഇപ്പോൾ ഒരു പോയിന്റിലിരുന്നു, ഒരു റീഅറേഞ്ച്മെൻറ്റ് വരുമ്പോൾ ഐ ഡോണ്ട് വാണ്ട് മൈ ലിഫ്റ്റ് ടു ബി ഹിയർ, വേറെ പൊസിഷനിലോട്ട് വേണം എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ്. അതൊരു കംപ്ലീറ്റ് കൺവീനിയൻസ് ആണ്. ഓൾസോ യു ക്യാൻ ഓൾസോ മൂവ് ദിസ് ലിഫ്റ്റ് ഇൻ ടു അനദർ ബിൽഡിംഗ്, സിമിലർ ഹൈറ്റുള്ള ഒരു ബിൽഡിങ്ങിലോട്ട് കൊണ്ടുവയ്ക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. അതും ഒരു കൺവീനിയൻസ്, ഒരു അസറ്റ് പോലെ കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. നമുക്ക് സാധാരണ ലിഫ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഇലക്ട്രിസിറ്റി കൺസംഷൻ എന്ന് പറയുന്നൊരു സാധനം ഒരു ഫാക്ടറായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ലിഫ്റ്റിന് ഇലക്ട്രിസിറ്റി കൺസംഷൻ എത്രത്തോളം വരാറുണ്ട്? ഒന്നാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാക്വം ടെക്നോളജി എന്ന് പറയുമ്പോൾ മുകളിലോട്ട് പോകാൻ മാത്രമേ കറണ്ട് ആവശ്യമുള്ളൂ. താഴോട്ട് വരുന്ന കൺട്രോൾഡ് എയർ പ്രഷറിലും ഗ്രാവിറ്റിയിലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റൈഡിൻ്റെ ഹാഫ് പോർഷൻ മാത്രമേ നമുക്ക് കറണ്ട് ചിലവാകുന്നുള്ളൂ. അതിൽ പല റേറ്റിങ്ങിൽ വരുന്നുണ്ട്. സ്റ്റാർട്ട്സ് ഫ്രം 3.7 kW റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഈ ഗ്രീൻ എലിവേറ്റർ എന്നുള്ള സ്റ്റാറ്റസ് ആണ് ഇതിൽ വരുന്നത്. കറണ്ട് കൺസംഷൻ ഈസ് വെരി ലോ. ഒരു എഫക്റ്റീവ്ലി നമ്മുടെ ഒരു ആവറേജ് യൂസിൽ പോലും ഒരു 1/2 ton AC പവർ പോലും വരുന്നില്ല മന്ത്ലി നോക്കിക്കഴിഞ്ഞാൽ പോലും. അത്രയും എനർജി എഫിഷ്യൻ്റ് ആണ്. അതുപോലെ ഡെയിലി യൂസ് ചെയ്താലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ വേറെ ടയേഴ്സ് ഒക്കെ കുറവാണ് നോർമലി ലിഫ്റ്റ്സ് പോലെ. നമുക്ക് ഈ ലിഫ്റ്റിൻ്റെ പ്രൈസ് നമ്മുടെ സാധാരണ കൊമേഴ്ഷ്യൽ ലിഫ്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്? നമുക്ക് ഈ ലിഫ്റ്റിൻ്റെ ഒരു റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് റേഞ്ച് മുതൽ ഏത് റേഞ്ച് വരെയുള്ള ഓപ്ഷൻസ് ഉണ്ട്? നമുക്ക് പ്രൈസസ് വരുമ്പോൾ നമുക്ക് നോർമലി കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് ഏത് മോഡൽ ചൂസ് ചെയ്യുന്നതെന്നുള്ളതും ഏത് ടൈപ്പ് ഓഫ് എത്ര ഫ്ലോർസ് ഉണ്ടെന്നുള്ളതൊക്കെ റിലേറ്റ് ചെയ്തായിരിക്കുന്നത്. പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രം 13 lakh plus GST തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. ഇറ്റ് ക്യാൻ ഗോ ഓൾ ദ വേ അപ് ടു 20 lakhs plus GST നമുക്ക് വരുന്നുണ്ട് കംപ്ലീറ്റ്ലി. അപ്പോൾ അതിൽ നമുക്ക് ഹൈലി കസ്റ്റമൈസബിളാണ്. ഡ്യുവൽ ടോൺ ഇൻറ്റീരിയേഴ്സ് വരുന്ന മോഡൽസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ പല കളർ ഓപ്ഷൻസ് ചൂസ് ചെയ്യാം അക്കോർഡിംഗ് ടു ദി ഇൻറ്റീരിയർ. ടെക്സ്ചേർഡ് എഡിഷൻസ് ചൂസ് ചെയ്യാം. ദി ക്യാൻ ഓൾസോ ചൂസ് ലൈക്ക് വുഡൻ ഫിനിഷസ് ഒക്കെ, പല വീടിൻ്റെ എലമെൻറ്റ്സ് എങ്ങനെയാണോ, ഡിസൈൻ ലാംഗ്വേജ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം സാറിന് അറിയായിരിക്കും, ഇപ്പോൾ കൂടുതലും ലിഫ്റ്റിന് വേണ്ടിയിട്ടൊരു ഹിഡിയസ് ആയിട്ടുള്ള പ്ലേസ് കൊടുക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ കസ്റ്റമേഴ്സും ആർക്കിടെക്ട്സ് ഡിസൈനേഴ്സൊക്കെ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ഓൾറെഡി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻറ്റീരിയറിൽ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. മാത്രമല്ല ഇപ്പം ഗ്ലാസ് ഡിസൈനൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഏത് ഇൻറ്റീരിയറിലും ബ്ലെൻഡ് ആവുന്ന ടൈപ്പ്. നമ്മുടെ കോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ മറ്റേ ലിഫ്റ്റ് ചെയ്യുന്ന വരുമ്പോൾ ഉണ്ടാകുന്ന ലിഫ്റ്റ് റൂം, അതിൻ്റെ പിറ്റ്, ഹെഡ് റൂം, ഇതൊക്കെ വരുന്ന കോസ്റ്റും ഇതിനകത്ത് ലാഭിക്കാൻ പറ്റും. മാത്രമല്ല ലോങ് ടേം ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു കൊമേഴ്ഷ്യൽ ലിഫ്റ്റ് വീട്ടിൽ കൊണ്ട് വയ്ക്കുമ്പോൾ ദർ ആർ ഈ പറയുന്ന രീതിയിലൊരു അതിനകത്തൊരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ പല ലൈസൻസിങ്ങിൻ്റെ ഉൾപ്പെടെ പല കാര്യങ്ങളിലും, പ്ലസ് അതിൻ്റെ മെയിൻ്റനൻസ് ഈ പറയുന്ന രീതിയിൽ പല പാർട്സും പല സമയത്ത് മാറ്റേണ്ടി വരേണ്ട കാര്യങ്ങൾ വരും. ഓൾസോ സേഫ്റ്റി മീൻസ് ക്യാൻ ബി സേഫ്, പക്ഷേ ഈ പറയുന്ന ഇറ്റ് വിൽ ബി സേഫ്, പക്ഷേ ഈ പറയുന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ ഒരാളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു പാനിക് സിറ്റുവേഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഒഴിവാക്കി അത് ബൈപ്പാസ് ചെയ്ത് എങ്ങനെ വേറെ ആളുടെ ഹെൽപ്പ് ഇല്ലാതെ എടുക്കുക എന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിലാകുമ്പോൾ നമുക്ക് ആ ഒരു റിസ്ക് വരുന്നില്ല. കാരണം നാച്ചുറലി ഇപ്പം ഈ ഓട്ടോമാറ്റിക് റെസ്ക്യൂ ഡിവൈസ് എന്ന് പറയുന്ന ഡിവൈസാണ് ലിഫ്റ്റിൻ്റെ സേഫ്റ്റിയെ ഡിറ്റർമൈൻ ചെയ്യും അല്ലെങ്കിൽ ഒരു ഗവേൺ ചെയ്യുന്നൊരു ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നോർമൽ ലിഫ്റ്റ്സിൽ ഒരു കൂടുതലും ജനറലി വരുന്നത് ഇലക്ട്രിക്കൽ റെസ്ക്യൂ ഡിവൈസാണ്. ഇപ്പോൾ വാക്വത്തിലൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി നമുക്കതൊരു ഇലക്ട്രോ മെക്കാനിക്കൽ റെസ്ക്യൂ ഡിവൈസ് ആക്കി മാറ്റാൻ പറ്റും, ARD. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മുകളിലോട്ട് പോകാൻ, ഞാൻ നേരത്തെ പറഞ്ഞു, മുകളിലോട്ട് പോകാൻ മാത്രമേ കറണ്ട് ആവശ്യമുള്ളൂ. താഴോട്ട് വരുന്ന കൺട്രോൾഡ് എയർ പ്രഷറിലും ഗ്രാവിറ്റിയിലുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് വരാനായിട്ട് വേറൊരു പവറിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ല? ഇപ്പോൾ സാധാരണ ഒരു ഇൻ കേസ് ഓഫ് എമർജൻസി പവർ ഔട്ടേജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഹിക്കപ്പോ വരുവാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണലായിട്ട് ഇപ്പം ബാക്കപ്പ് പവറിൻ്റെ ആവശ്യം പോലും ഇതിന് വരുന്നില്ല.
നോർമലി ബാക്കപ്പ് പവർ വെച്ചിട്ടാണ് റെസ്ക്യൂ ഓപ്പറേഷൻസ് വരുന്നത്. ഇതിൽ ബാക്കപ്പ് പവറിൻ്റെ ആവശ്യം പോലും വരുന്നില്ല. ബാക്കപ്പ് പവർ ഉണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യം പോലും വരുന്നില്ല. അതുപോലും ഫെയിലായാൽ പോലും, നമ്മളെപ്പോഴും വേസ്റ്റ് കേസ് സെനാറിയോസ് ആണല്ലോ ഇമാജിൻ ചെയ്യുന്നത്, അത് ഫെയിലായാൽ പോലും ലിഫ്റ്റ് തനിയെ താഴെ വന്ന് ഓപ്പൺ ആവും വിത്തൗട്ട് എനി ഇൻറ്റിമേഷൻ. ഡോർ തുറക്കുന്നതിനും കറണ്ടിൻ്റെ ആവശ്യമില്ല. ഇല്ല, അത് ഓട്ടോമാറ്റിക്കലി താഴെ വരുമ്പോൾ അൺലോക്ക്ഡ് ആണ്. സാധാരണ ലിഫ്റ്റുകൾക്ക് നമ്മൾ ഈ ഗ്രീസിങ്ങിൻ്റെയും അല്ലെങ്കിൽ ഇടയ്ക്ക് ഉള്ള മെയിൻ്റനൻസിൻ്റെയും കാര്യങ്ങളൊക്കെ വരുന്ന പോലെ ഈ ഒരു ലിഫ്റ്റിന് ജനറലി എന്ത് മെയിൻ്റനൻസ് ആണ് വരേണ്ടത്? ജനറലി ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ കോംപ്ലിക്കേറ്റഡ് കമ്പോണൻസോ കേബിൾസോ അല്ലെങ്കിൽ പാർട്സോ ഇല്ലാത്തത് കൊണ്ട് തന്നെ മെയിൻ വർക്കിംഗ് പാർട്ട് എന്ന് പറയുന്നത് മോട്ടർ തന്നെയാണ്. മോട്ടറും ഈ പറയുന്ന കാർബൺ സ്റ്റീൽ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ളത് ഗ്ലാസ് ആണോ അതോ പോളികാർബണേറ്റ് ആണ്? ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോർഷൻ വരുന്ന പോളികാർബണേറ്റ് ആണ്. അത് എയർക്രാഫ്റ്റ് ഗ്രേഡ് പോളികാർബണേറ്റ് ആണ്. അൺബ്രേക്കബിൾ ആണ്. UV കോട്ടഡും ആണ്. UV കോട്ടഡ് മീൻസ് ഫെയ്ഡ് ആവത്തില്ല. നമ്മളിപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് വിൻഡോസിലൂടെയൊക്കെ സൺലൈറ്റ് ലിഫ്റ്റിൽ അടിച്ചാലും ഡിസ്കളറേഷനോ ഫെയ്ഡിങ്ങോ വരത്തില്ല. ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. പിന്നെ പെയിൻറ്റ് പോലും ഏറ്റവും യൂസ് ചെയ്തേക്കുന്ന എല്ലാം പൗഡർ കോട്ടഡ് ആണ്. പൊടിഞ്ഞളവുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ജോട്ടൺ പെയിൻറ്റ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലെല്ലാം ഹയസ്റ്റ് ക്വാളിറ്റിയാണ് വരുന്നത്. മെയിൻ്റനൻസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻലി വരുന്നത് ഇപ്പം ലിഫ്റ്റ്സ് എല്ലാം ഏത് ടെക്നോളജി ആയിക്കോട്ടെ റൂട്ടീനായിട്ടുള്ള ചെക്കപ്സ് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് മെയിൻ കാര്യം വരുന്നത്. അത് ബിക്കോസ് ടു എൻഷുർ ദാറ്റ് യു ആർ ട്രാവലിംഗ് ഇൻ എ സേഫ് ഡിവൈസ്, നമ്മൾ അതിൻ്റെ ഒരു ബെസ്റ്റ് ഒപ്റ്റിമൽ കണ്ടീഷനിലാണ് എപ്പോഴും എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിന് യു ക്യാൻ ആക്ച്വലി ടേക്ക് പ്ലാൻസ്, ആനുവൽ മെയിൻ്റനൻസ് പ്ലാൻസ് ഉണ്ട്, എല്ലാ കമ്പനീസിനും വരുന്നുണ്ട്. അത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയർലി ട്വൈസ് വന്ന് ചെക്കപ്സ് ആണ് കൂടുതലും വരുന്നത്. മോട്ടറിൻ്റെ കണ്ടീഷൻ പെർഫെക്റ്റ് ആണോ, അൺവാണ്ടഡ് സൗണ്ട്സ് വല്ലതും വരുന്നുണ്ടോ, ഈ പറയുന്ന റൈഡ് ക്വാളിറ്റി സ്റ്റിൽ സ്മൂത്തർ തന്നെയാണോ, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക. നോർമലി ലിഫ്റ്റ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. പിന്നെ ഫ്ലൂയിഡ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ലൂബ്രിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇത് വർക്കിംഗ് പ്രിൻസിപ്പിൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇറ്റ്സ് എ വെരി നീറ്റ് ആൻഡ് ക്ലീൻ പ്രോസസ്. ബട്ട് ഇറ്റ് ലോട്ട് ഓഫ് മണി ഗോസ് ഇൻ ടു R&D. കാരണം വാക്വം ഇൻടാക്റ്റ് ആയിട്ട് നല്ല റൈഡ് ക്വാളിറ്റിയിൽ ബെസ്റ്റായിട്ട് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്നോളജി മസ്റ്റ് ബി സുപ്പീരിയർ. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഈസ് ഗെറ്റിംഗ് ഡൺ ഓൾറെഡി. ഈ ഇപ്പോൾ NRIസിൻ്റെ ഒക്കെ വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല സമയത്തും പൂട്ടിക്കിടക്കായിരിക്കും. അവർ വയ്ക്കുന്നു, കുറച്ച് നാൾ ഉപയോഗിക്കുന്നു, പിന്നെ ഇത് പൂട്ടിയിട്ടിട്ട് പിന്നെ അടുത്ത വർഷമായിട്ട് ഉപയോഗിക്കും. അപ്പം അങ്ങനത്തെ സമയങ്ങളിൽ ഇതിന് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അത് കൂടുതലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ലൂബ്രിക്കേഷൻ വേണ്ട ടെക്നോളജീസിന് അങ്ങനെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് വാക്വത്തിന് ആ ഒരു പ്രശ്നം വരുന്നില്ല. വാക്വത്ത് ലിഫ്റ്റ്സിൽ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂബ്രിക്കേഷൻ വേണ്ട എന്നുള്ളതാണ്. 1-2 വർഷം വീട്ടിലില്ലെങ്കിൽ പോലും ഇപ്പം NRI കസ്റ്റമേഴ്സ് ഒരുപാട് വാക്വം യൂസ് ചെയ്യുന്നുണ്ട്. 1-2 വർഷം കഴിഞ്ഞിട്ടൊക്കെ അവർ ചിലപ്പോൾ 40 days 30 daysലൊക്കെ ആയിരിക്കും വരുന്നത്. വന്നാൽ പോലും ഇറ്റ് വിൽ ബി വർക്കിംഗ് ലൈക്ക് ബിഫോർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി അവരില്ലെങ്കിൽ പോലും ഈ റൂട്ടീൻ സർവീസ് വേണമെങ്കിൽ അവർക്ക് നടത്താം. ഈ ലൂബ്രിക്കേഷൻ ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. വർഷം ഇപ്പം 1-2 വർഷം ഒക്കെ പൂട്ടിയിട്ട് കഴിഞ്ഞാലും യൂസേ ചെയ്യുന്നില്ല. നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യാറില്ല. ചിലർ ചിലപ്പോൾ പേരൻസ് വരുമ്പോഴായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ പോലും ഇറ്റ് വോണ്ട് ബി എഫക്റ്റിംഗ് ദ ലിഫ്റ്റ് ഓർ ദി ലൈഫ് ഓഫ് ദി ലിഫ്റ്റ്. നമ്മളിപ്പോൾ ഇത് കണ്ട ഒരാൾ, ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് കണ്ട ഒരാൾ, അയാളുടെ വീട് പണിയൊക്കെ കഴിഞ്ഞു, ആൾ ലിഫ്റ്റും ഇല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഈ ലിഫ്റ്റ് ഒരെണ്ണം വെച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വീടുകളിൽ, അത് വീട് പണി കഴിഞ്ഞ് താമസമൊക്കെ തുടങ്ങിയ വീടുകളിൽ വേറെ പ്രൊവിഷൻസ് ഒന്നും ഇടാത്തൊരു വീട്ടിൽ നമുക്ക് ഈ ലിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അത് ഇപ്പോൾ എൻക്വയറീസ് വരുന്നത് ഒരു 60% പണി തീർന്ന വീടുകളിലാണ്. കാരണം ആ സമയത്ത് ഇപ്പം ലിഫ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 years ആയിട്ടാണല്ലോ ഒരു ഹോം ലിഫ്റ്റ്സ് എന്ന് പറയുന്നൊരു വലിയ പ്രചാരത്തിലോട്ട് വരുന്നത്. അപ്പോൾ മിക്ക വീടുകളിലും ഇതിൻ്റെ പ്രൊവിഷൻസ് ഇട്ടിട്ടില്ല. പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ കൺവെൻഷണൽ ലിഫ്റ്റിനുള്ള പ്രൊവിഷൻ. അപ്പോൾ നമുക്കൊരു എക്സിസ്റ്റിംഗ് ഹൗസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പൊസിഷൻ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഒരു കോമൺ ഏരിയയിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ആകെപ്പാടെ ഇപ്പോൾ ഓപ്പൺ ഹൈറ്റ്, ഇപ്പോൾ ചിലയിടത്ത് സ്റ്റെയർ കേസിൻ്റെ ഇടയ്ക്കൊക്കെ സ്പേസ് ഉണ്ട്. ഒരു 1.01 മീറ്റർ 101 സെൻറ്റിമീറ്റർ സ്പേസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഈസിലി ഇൻസ്റ്റാൾഡ് വിത്തൗട്ട് എനി കൺസ്ട്രക്ഷൻ. ഒരു കൺസ്ട്രക്ഷനും ആവശ്യമില്ല. ഇലക്ട്രിക്കൽ പോയിന്റ് മാത്രം കൊടുത്താൽ മതി. ഇനി അതല്ല, 2 ഫ്ലോറിൻ്റെ ഇടയ്ക്ക് സ്ലാബാണ്, സ്ലാബ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡയമണ്ട് കട്ടിങ് ചെയ്ത് ലിഫ്റ്റിൻ്റെ ഷേപ്പിൽ, ഇപ്പം സർക്കുലർ ഷേപ്പിൽ കംപ്ലീറ്റ്ലി ഒരു പീസ് ഓഫ് കേക്ക് പോലെ കട്ട് ചെയ്ത് മാറ്റി അത് പെയിൻറ്റ് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്ത് ലിഫ്റ്റ് വെച്ചതിന് ശേഷം കവർ പ്ലേറ്റ്സ് ഇട്ടത് കവർ ചെയ്തിട്ടായിരിക്കും. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. 2 സ്റ്റെയർ കേസിന് ഇപ്പം ഓപ്പൺ ഹൈറ്റിലാണെങ്കിലും കട്ട് ചെയ്ത് വെക്കുന്നതാണെന്നുണ്ടെങ്കിലും ബോത്ത് ആർ ബ്യൂട്ടിഫുൾ രീതിയിൽ ചെയ്താൽ മതി. അതിനകത്ത് വേറെ കൺസ്ട്രക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഹെവി ഹെഡ് ഏക്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വളരെ കൺവീനിയൻ്റ് ആണ്. നമുക്ക് എക്സ്റ്റീരിയറിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള വോളിലായിട്ട്, അല്ലെങ്കിൽ എക്സ്റ്റീരിയറിൽ നിന്ന് ഇപ്പോൾ 2 റൂംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിലെ വോള് തുറന്നിട്ട് എക്സ്റ്റീരിയറിൽ ഇത് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. നോ പ്രോബ്ലം. ഒരു കവറിങ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡയറക്റ്റ്ലി നനയാതിരിക്കുന്നത്, മഴ നനയാതിരിക്കാൻ പറ്റും. കാരണം നമ്മളൊരു 3-4 വർഷത്തിന് വേണ്ടി വെക്കുന്ന ഒരു പ്രോഡക്റ്റേ അല്ല. ഒരു 30 വർഷം മിനിമം വീട്ടിൽ ഉണ്ടാവേണ്ടതാണ്.
അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കവറിങ്, ഒരു സേഫ് എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ഇവിടെ കൊടുത്തിരിക്കണം. ഒരു ഡയറക്റ്റ് എപ്പോഴും ഒരു മഴയല്ല 2 മഴയല്ല, തൗസൻഡ്സ് ഓഫ് റെയിൻസ് വന്ന് പോകുന്ന സമയമാണിത്, 30 years എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി കൊടുത്തിരിക്കണം. അത് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ആയിട്ട് അതിനകത്ത് ചെയ്യാനുള്ളത്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ലിഫ്റ്റ് ഈസ് വെരി സെക്യൂർ. ഇപ്പം പോളികാർബണേറ്റും അതുപോലെ തന്നെ മെറ്റീരിയൽസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊളിച്ച് കയറാനായിട്ട് പറ്റുന്ന രീതിയിലല്ല, ഇറ്റ്സ് വെരി സ്ട്രോങ്. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റിയുടെ ഇഷ്യൂവും വരുന്നില്ല. ഈ ഇപ്പോൾ നമ്മൾ വാക്യൂമിലാണല്ലോ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഒരു ആൾ അതിനകത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഈ വാക്യൂമിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും എഫക്റ്റോ അല്ലെങ്കിൽ അതിൽ നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സഫോക്കേഷൻ എന്തെങ്കിലും ഫീൽ ചെയ്യുമോ? യെസ്, അതൊരു വാലിഡ് ക്വസ്റ്റ്യൻ. നമുക്കൊരു എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് ചിന്തിച്ച് പോകുമ്പോഴത്തേക്ക്. പക്ഷേ ഒരിക്കലും വരുന്നില്ല. ബിക്കോസ് നമുക്ക് ഈ പാസഞ്ചർ നിൽക്കുന്ന ക്യാബിൻ്റെ മുകളിൽ കാർബൺ സീൽ വരുന്നത്, അതിന് മുകളിലാണ് വാക്യൂം എഫക്റ്റ് ചെയ്യുന്ന സ്പേസ് വരുന്നത്, അതായത് എയർ ടൈറ്റ് സ്പേസ് വരുന്നത്. അപ്പോൾ മോട്ടർ എയർ സക്ക് ചെയ്ത് പുറത്ത് കളയുമ്പോൾ ക്യാബിന് മുകളിലുള്ള സ്പേസിലെ എയർ മാത്രമേ പുറത്ത് പോകുന്നുള്ളൂ കംപ്ലീറ്റ്ലി. എയർ പുറത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പുറത്തുള്ള ആ റൂമിൻ്റെ ആ ഏരിയയിലേക്കായിരിക്കും. യെസ്, മുകളിലുള്ള, അതായത് മോട്ടർ വഴി എയർ പുറത്ത് പോവുക. എയർ തന്നെയാണ് പോകുന്നത്, നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് എയർ തന്നെയാണ് പോകുന്നത്, അത് പുറത്തേക്ക് മോട്ടർ സക്ക് ചെയ്ത് പുറത്ത് കളയുന്നു. ഓക്കെ, അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഈ കാർബൺ സീലിനൊരു വിള്ളലോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നാണ്. കംപ്ലീറ്റ്ലി അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഒന്നാമത്തെ കാര്യം, കാർബൺ സീൽ ഈസ് എ വെരി തിക്ക് മെമ്പറൈൻ. അത് വിള്ളൽ വീണാലും താഴെ വരെ വിള്ളൽ വീഴാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇനി വീണെന്നിരിക്കുക, ബിക്കോസ് വി ക്യാൻ ഇമാജിൻ ഓൾവേസ് ഇമാജിൻ ദ വേർസ്റ്റ് കേസ് പോസിബിൾ. അപ്പോൾ അങ്ങനൊരു വിള്ളൽ വീണ് കഴിഞ്ഞാലും ഈ ലിഫ്റ്റ് എന്ന് പറയുന്ന ഡ്യുവൽ ലെയറാണ്, ട്യൂബ് സ്ട്രക്ചറാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ മോട്ടർ വരുന്ന സ്പേസിൽ, മോട്ടറിൻ്റെ ആ വാക്യൂം വരുന്ന സ്പേസിൽ ആ സീലും കടന്ന് ആ വാക്യൂത്തിൻ്റെ ഫോഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡയറക്ട്ലി കണക്റ്റഡ് ടു ദി അറ്റ്മോസ്ഫിയറിക് എയർ നാച്ചുറലി, വിത്തൗട്ട് എനി ഇലക്ട്രിക്കൽ പറയുന്ന ഒരു ഇൻറ്റിമേഷൻ ഇല്ലാതെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഡയറക്ട്ലി അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ബിക്കോസ് ദർ ആർ ഹോൾസ്, 360 ഡിഗ്രിയിലും ഹോൾസ് ഉണ്ട് ലിഫ്റ്റിൻ്റെ താഴെ എസ്തെറ്റിക്കായിട്ട്. ആ ഹോൾസിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇതുപോലെ ഉള്ള സന്ദർഭങ്ങളിൽ നാച്ചുറലി അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് കണക്റ്റഡ് ആവുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് അകത്ത് നിൽക്കുന്ന ഒരാൾക്ക് യാതൊരു രീതിയിലുള്ളൊരു അണീസിനെസ്സും വരത്തില്ല അങ്ങനൊരു സന്ദർഭത്തിൽ പോലും. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഗ്യാരണ്ടീഡ് എന്ന് വെച്ചാൽ അതിനൊരു എക്സ്ട്രാ ടെക്നോളജിക്കൽ സംഭവം വെക്കേണ്ട ആവശ്യം പോലുമില്ല. നാച്ചുറലി ഇറ്റ്സ് വെന്റിലേറ്റഡ്. ഇതിനങ്ങനെ ഇത് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അനോയിങ് ആയിട്ടുള്ള സൗണ്ട്സോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്? ഇല്ല, ഇപ്പം വരുന്നതെല്ലാം ഇൻറ്റഗ്രേറ്റഡ് സൗണ്ട് പ്രൂഫ് മോട്ടോഴ്സാണ്, ISP മോട്ടറാണ് വരുന്നത്. അതിൽ 50 decibels ആണ് അതിൻ്റെ സൗണ്ട് വരുന്നത്. അതെന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ മോട്ടറിൻ്റെ അടുത്ത് പോയി എന്നാലേക്ക് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ. അറ്റ്സ് എ സ്മോൾ ഒരു എയർ ഇൻടേക്കിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ക്യാബിനകത്ത് നോ സൗണ്ട്. ഫാനിൻ്റെ ഇപ്പം നമുക്ക് കൺസീൽഡ് ഫാനാണ് വരുന്നത്, അതിൻ്റെ സൗണ്ട് മാത്രമേ വരത്തുള്ളൂ. പുറത്ത് നിന്നാലും നോ സൗണ്ട്സ് അതാണ്.